യസ്രിബിൽ ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളുമായി ഒരുപാട് വ്യത്യാസങ്ങൾ, ബാക്കി വ്യത്യാസങ്ങളെല്ലാം വരുന്നുണ്ട്. അബൂബക്കർ തങ്ങൾ പറയുന്നത് അവിടുന്ന് എല്ലാവരും അവിടുത്തെ കുടുംബക്കാരും, ഒന്നല്ലെങ്കിൽ അവിടുത്തെ സഹോദരന്മാരും, അവിടുത്തെ സഹോദരന്റെ അനിയന്മാരും, അങ്ങനെ എല്ലാവരും അറിയാവുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് അവരെ വിട്ടയച്ചാൽ അവർ പിന്നീട് നമ്മൾ കാണിച്ച ദയയുടെ ഭാഗമായി അവർ നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവർ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുമെന്ന് അബൂബക്കർ തങ്ങളോട് പറയുകയുണ്ടായി. പക്ഷേ ഉമർ തങ്ങള് അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പറ്റില്ല എന്ന ഒറ്റ വാക്കിൽ തന്നെ നിന്നു. അവർ എന്തൊക്കെ ക്രൂരതകളാണ് ഹബീബായ തങ്ങളോട് കാണിച്ചത്. അവിടുന്ന് ഒരു മനസ്സമാധാനം കൊടുക്കാതെ അവിടുന്ന് ഹബീബായ തങ്ങളെ വളരെയധികം പീഡിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ കൊല്ലാൻ വരെ ശ്രമിക്കുകയുണ്ടായി. എന്നിട്ട് റബ്ബ് അവരുടെ മേൽ നമുക്ക് വിജയം തന്നില്ലേ? അതുകൊണ്ട് അവരുടെ തല തന്നെ വെട്ടിക്കളയണമെന്നായിരുന്നു ഉമർ തങ്ങളുടെ കർക്കശമായ തീരുമാനം. ഹബീബായ തങ്ങൾ മൗനം പാലിച്ചു. പെട്ടെന്നൊരു ഉത്തരം അവിടുന്ന് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ അവിടുന്ന് ഒരു ഉത്തരം പറയാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ ഇരുവരുടെയും കൂടെ കൂടി, അബൂബക്കർ തങ്ങളുടെയും ഉമർ തങ്ങളുടെയും ഇരുവരുടെയും കൂടെ കൂടിക്കൊണ്ട് ചർച്ചകളും ന്യായീകരണങ്ങളും കുറ്റപ്പെടുത്തലുകളുമായി ഇരുകൂട്ടരും തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നു. ഹബീബായ തങ്ങള് അതിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറയുകയുണ്ടായി, ഉമർ തങ്ങളും അബൂബക്കർ തങ്ങളും പറഞ്ഞതിൽ ന്യായമായ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കുടുംബക്കാർ, അവരുടെ വീട്ടിലുള്ളവർ, അവർ ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സംരക്ഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടാകാം. അവർ അങ്ങനെയുള്ളവരെ വിട്ടയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കെന്താണോ തോന്നുന്നത് അത് ചെയ്യുക എന്ന് ഹബീബായ തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. മുത്തുനബിയുടെ ദയയും കാരുണ്യവും വെളിപ്പെടുത്തുന്ന ഒരു സംഭവം. അത് പറയാതിരിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു. ബന്ദികളിൽ നിന്നുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ തലയിൽ ഉദിച്ചൊരു ബുദ്ധി, ഹബീബായ തങ്ങളുടെ മനസ്സിൽ കൊള്ളുന്ന വാക്കുകൾ. ആ മനുഷ്യൻ പറയുകയുണ്ടായി, ഹബീബെ, ഞാൻ 5 പെൺമക്കളുടെ വാപ്പയാണ്. ആ പെൺമക്കളെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് മാതാവില്ല. എന്റെ അധ്വാനം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. ഞാൻ ഇല്ലാണ്ടായാൽ അവർക്ക് പിന്നെ വേറെ ആരും ഉണ്ടാവില്ല എന്ന് ആ മനുഷ്യൻ ഹബീബായ തങ്ങളോട് പറയുകയുണ്ടായി. കാരുണ്യത്തിന്റെ കടലായ ഹബീബായ തങ്ങള് ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മോചനദ്രവ്യം വാങ്ങാതെ ആ മനുഷ്യനെ വിട്ടയക്കുകയുണ്ടായി. ഹബീബായ തങ്ങളുടെ പിതൃവിന്റെ മക്കളും അവിടുത്തെ മരുമക്കളും അവിടുത്തെ പ്രിയ മരുമകനായ അബുല്ലാസ് തങ്ങൾ വരെ ആ തടവിൽ കിടക്കുമ്പോൾ വെറും നിസ്സാരമായ ഒരു കളവ് കഥ കേട്ടുകൊണ്ട് ആ മനുഷ്യനെ ഹബീബായ തങ്ങൾ ആ തടവറയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ മനസ്സ് നമ്മൾ കാണും. പക്ഷേ ആ മനുഷ്യന് കിട്ടേണ്ട പണി പിന്നീട് ഒരു ദിവസം കിട്ടുകയുണ്ടായി. പിന്നീട് അതിനുശേഷമുണ്ടായ ഉഹദ് യുദ്ധത്തിൽ ആ മനുഷ്യൻ പിന്നെയും യുദ്ധത്തിന് വേണ്ടി അണിനിരന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ നേരെ വരികയുണ്ടായി. പിന്നെയും ആ മനുഷ്യൻ ബന്ദിയാക്കപ്പെട്ടു. പിന്നീട് ഹബീബായ തങ്ങളോട് പറഞ്ഞ നുണയും അവിടത്തേക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും കൊണ്ട് ആ മനുഷ്യനെ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഹബീബായ തങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ദീർഘമായ ചർച്ചകൾക്കും വാഗ്ദാനങ്ങൾക്കും ഒടുവിൽ ഒരു തീരുമാനമുണ്ടായി. എല്ലാവരെയും വിട്ടയക്കാമെന്ന്, അതും മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട് വിട്ടയക്കാമെന്നുള്ള തീരുമാനം എല്ലാവരും കൂടി എടുക്കുകയുണ്ടായി.